ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കോഴീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു നാടൻ പൂവിനെ കിട്ടിയിട്ടുണ്ട്. അവനെ നമുക്ക് വറുത്തരച്ചൊന്ന് കറി വെച്ചാലോ? ദൈവനാണ് ആൾ കേട്ടോ. അതിനെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ നാടൻ കോഴി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. 1 കിലോയോളം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വറുത്തരച്ച് കറി വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു 25 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞിട്ടുണ്ട്, അതേപോലെ 3 പച്ചമുളകും ഉണ്ട്, 1.5 സ്പൂൺ ഇഞ്ചിയുണ്ട്, ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ വെളുത്തുള്ളി, അതേപോലെ കറിവേപ്പില, പട്ടയും ഗ്രാമ്പൂ, ഏലക്കയും. ഇത് സർവ്വസുഗന്ധിയാണ്, ഇതും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള പൊടികളാണ്: 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കടുക്, 1 സ്പൂണ് കുരുമുളക് പൊടി, അതേപോലെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറി ഉണ്ടാക്കാം കേട്ടോ. നാടൻ കോഴിക്കറി ആയതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ല തീയലിൻ്റെ പരുവത്തിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാവേ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കരിയാപ്പില, ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. നന്നായിട്ട് വഴണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായി വഴണ്ടിട്ടുണ്ട് തക്കാളിയൊക്കെ. അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു. അരപ്പിന് കൂടെ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അതിനെ അടച്ച് വെച്ച് വേവിക്കാം. അതിന് കൂടെ ഈ സർവ്വസുഗന്ധിയുടെ ഒരു ഇലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ്, അതേപോലെ നല്ല മണവും തരുന്ന ഒരു ഇലയാണ് കേട്ടോ സർവ്വസുഗന്ധി. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ